Hi, welcome to Nifty gap up or gap down video. നമ്മളിപ്പോൾ നോക്കുന്നത് ഇന്ന് ഓവർനൈറ്റ് ഒരു പൊസിഷൻ എടുക്കുമ്പോൾ കോൾ ഓപ്ഷൻ ആളിനും പുട്ട് ഓപ്ഷൻ ആളിനും ഒരു പൊസിഷൻ എടുക്കുമ്പോൾ എങ്ങനെ അടുത്ത ദിവസം നമുക്ക് ഗ്യാപ്പ് അപ്പ് കിട്ടും ഗ്യാപ്പ് ഡൗൺ കിട്ടും എന്നാണ് നോക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ഫാസിൽ. വെൽക്കം ടു ഡെയിലി 5000 ഗെയിൻ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് നമ്മളുടെ സ്റ്റോക്ക് ആപ്ലിക്കേഷനാണ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് നമ്മളെ നിഫ്റ്റി ലാസ്റ്റ് ക്ലോസിംഗ് പ്രൈസ് 17,207 ആണ് ക്ലോസിംഗ് പ്രൈസ് ഇരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ ഒരു പൊസിഷൻ എടുക്കുമ്പോൾ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്ന് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയാണ് കൂടുതലും 90% നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അത് മാത്രം പോരാ, ഓപ്പൺ ഇൻട്രസ്റ്റ് മാത്രം പോരാ, നമ്മൾ അതിൽ നിന്നും നമ്മളുടെ വേൾഡ് മാർക്കറ്റും കൂടെ അറിഞ്ഞിരിക്കണം. അതിനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ് എങ്ങനെ വേൾഡ് മാർക്കറ്റ് അറിയാം, എങ്ങനെ പെട്ടെന്ന് നമുക്ക് പൊസിഷൻ എടുക്കാം, ഏത് പൊസിഷൻ എടുക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഇതിൻ്റെ ബ്രൗസറിലേക്ക് പോവുക. ബ്രൗസറിൽ പോയിട്ട് ഇവിടെ investing.com എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് മാക്സിമം മൊബൈലിനകത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ ലാപ്ടോപ്പിലും അതുള്ള ഡെസ്ക്ടോപ്പിലും ചെയ്യുമ്പോൾ അതിൻ്റെ വിൻഡോ കുറച്ച് വൈഡായിരിക്കും, കുറച്ച് കൺഫ്യൂഷൻ വരും. മൊബൈലിനകത്താകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൊസിഷൻ നോക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതിനകത്ത് investing.com എന്ന സൈറ്റ് വരുമ്പോൾ ഇതിനകത്ത് ഇൻഡീസസ് കാണാം, ഇൻഡീസസ് ഫ്യൂച്ചർ കാണാം, ഫോറക്സ് കാണാം, കൊമോഡിറ്റീസ് കാണാം, ക്രിപ്റ്റോ കാണാം, സ്റ്റോക്ക് കാണാം, ബോണ്ട് കാണാം, ETFs കാണാം. ഈ investing.com എന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് വേൾഡ് മാർക്കറ്റിലെ എല്ലാ ഇൻഡെക്സും ഇൻഡീസസ് ഫ്യൂച്ചേഴ്സും അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതിനകത്ത് ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഇൻഡീസസ് നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കുന്നത് ഡൗ ജോൺസ് ആണ്. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആണ്. ഡൗ ജോൺസിൻ്റെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് ഇന്ത്യൻ സമയം 7 o'clock ടു ക്ലോസിംഗ് ടൈം 2 o'clock ആണ് ഇന്ത്യൻ ടൈം. അപ്പോൾ ഇത് യൂറോപ്പ് മാർക്കറ്റാണ്. അപ്പോൾ ഇത് ആദ്യം തുടങ്ങുന്നത് നമ്മൾ ജപ്പാൻ മാർക്കറ്റാണ്. ഇതാണ് ജപ്പാൻ മാർക്കറ്റ്. ജപ്പാൻ മാർക്കറ്റിന് പോലെയാണ് നിക്കി. ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ കിടക്കുന്നത് 27. ജപ്പാൻ മാർക്കറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ കിടക്കുന്നത് നമുക്ക് കാണാം 27,902 ആണ് ജപ്പാൻ മാർക്കറ്റിൻ്റെ വാല്യൂ. ഇപ്പോൾ ഇതിനകത്ത് ഓവർവ്യൂ ക്ലിക്ക് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ജപ്പാൻ മാർക്കറ്റ് നോക്കുമ്പോൾ 27,904 ആണ് ജപ്പാൻ മാർക്കറ്റിൻ്റെ വാല്യൂ. ഈ ജപ്പാൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഇന്ത്യൻ സമയം 2:30 ഇന്ത്യ സമയം ജപ്പാൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. അന്ന് ക്ലോസിംഗ് ആവുന്നത് 8 o'clock ആണ് ഇന്ത്യൻ സമയം. 8 o'clock ക്ലോസ് ആവും. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഓപ്പൺ ആവുന്ന മാർക്കറ്റാണ് ഈ ജപ്പാൻ മാർക്കറ്റ്. ഇതിനകത്ത് നമുക്ക് റിയൽ ടൈം ആയിട്ടുള്ള വാല്യൂ ആണ് കിടക്കുന്നത് ജപ്പാൻ മാർക്കറ്റ്. ഇപ്പോൾ ജപ്പാൻ മാർക്കറ്റ് ഓപ്പൺ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് ഓവർവ്യൂവിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഷോർട്ട് കട്ട് വരും. അതിനകത്ത് നോക്കുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അടുത്ത മാർക്കറ്റ് നോക്കേണ്ടത് നേരെ വരുന്നത് യൂറോപ്പ് മാർക്കറ്റ് ഉണ്ട്. അതെല്ലാം ലേറ്ററാണ് ഓപ്പൺ ആവുന്നത്. ജപ്പാൻ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഹോങ്കോങ് മാർക്കറ്റാണ്. ഹോങ്കോങ് മാർക്കറ്റ് ജപ്പാൻ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആഫ്റ്റർ 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഓപ്പൺ ആകുന്ന മാർക്കറ്റാണ് ഹോങ്കോങ് മാർക്കറ്റ്. അത് കഴിഞ്ഞ് ഓപ്പൺ ആകുന്ന മാർക്കറ്റാണ് ചൈന മാർക്കറ്റ്. ഇപ്പോൾ ചൈനയുടെ വാല്യൂ 13,720 കിടക്കുന്നത്. ഇപ്പോൾ എപ്പോഴും ഇൻഡീസസിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. എപ്പോഴാണ് നമ്മുടെ കറൻറ്റ് വാല്യൂ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ജപ്പാൻ മാർക്കറ്റ് കഴിഞ്ഞ് ഹോങ്കോങ് മാർക്കറ്റ് വന്നു. ഹോങ്കോങ് മാർക്കറ്റ് ഇപ്പോൾ 100 പോയിൻറ്റ്സ് ഡൗണിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞ് ചൈന മാർക്കറ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് തായ്വാൻ മാർക്കറ്റ്. തായ്വാൻ മാർക്കറ്റ് എന്ന് വെച്ചാൽ തായ്വാൻ വെയ്റ്റഡ്. അതിൻ്റെ വാല്യൂ 14,950 നിൽക്കുന്നത് ഇപ്പോൾ തായ്വാൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് നല്ല സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന മാർക്കറ്റാണ്. ഇപ്പോൾ അവിടെ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ട് ഇപ്പോൾ 2000 പോയിൻറ്റോളം ഡൗൺ ആണ് ഈ കമ്മിങ് ഡേയ്സിൽ. ഇപ്പോൾ തായ്വാൻ മാർക്കറ്റ് നിൽക്കുന്നത് 14,950 ആണ്. ഇത്രയും മാർക്കറ്റാണ് നമ്മുടെ ഹോങ്കോങ് മാർക്കറ്റ്, ഏഷ്യൻ മാർക്കറ്റായിട്ട് വരുന്നത്. ഹോങ്കോങ്, ചൈന, തായ്വാൻ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകേണ്ടത് വീണ്ടും
ഇന്ത്യ ഓവർവ്യൂവിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇൻഡീസസ് ഓവർവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം ജപ്പാൻ മാർക്കറ്റ് ഓപ്പണായി, ചൈന മാർക്കറ്റ് ഓപ്പണായി, ഹോങ്കോങ് മാർക്കറ്റ് ഓപ്പണായി, പിന്നെ നമ്മുടെ ഓസ്ട്രേലിയൻ മാർക്കറ്റ് ഓപ്പണാവും, സിഡ്നി ആ മാർക്കറ്റ് ഓപ്പണാവും. അത് കഴിഞ്ഞ് തായ്വാൻ മാർക്കറ്റ് ഓപ്പണാവും. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആവുന്നതാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്. ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ് ഒരു നമ്മുടെ നാട്ടിലെ 12:30 ആകുമ്പം നാട്ടിലെ 12:30 ആകുമ്പം ഓപ്പൺ ആവുന്ന മാർക്കറ്റാണ് യൂറോപ്പ് മാർക്കറ്റ്. യൂറോപ്പ് മാർക്കറ്റാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഡാക്സ് എന്ന് പറയും, FTSE 100 എന്ന് പറയും. ഇതാണ് യൂറോപ്പ് മാർക്കറ്റ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇൻഡീസസ് എല്ലാം കഴിഞ്ഞിട്ട് ഈ മാർക്കറ്റെല്ലാം ഓപ്പണായി, യൂറോപ്പ് മാർക്കറ്റ് ഓപ്പണായി. യൂറോപ്പ് മാർക്കറ്റിൽ തന്നെ കുറേ മാർക്കറ്റുണ്ട്. വേറെ ഡാക്സ്, FTSE, CAC, യൂറോ സ്റ്റോക്സ്, AX, ഇതെല്ലാം നിങ്ങൾ യൂറോപ്പ് മാർക്കറ്റ് ഓപ്പണായി കഴിയുമ്പോൾ ഇതെല്ലാം കാണാം. അടുത്ത നെക്സ്റ്റ് മാർക്കറ്റാണ് നമ്മൾ നോക്കുന്നത് ഇൻഡീസസ് ഫ്യൂച്ചേഴ്സ്. ഇൻഡീസസ് ഫ്യൂച്ചേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ മാർക്കറ്റ് അറിയുന്ന ഒരു ഡാറ്റയാണ് ഇൻഡീസസ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് US മാർക്കറ്റാണ്. US മാർക്കറ്റ് നമ്മൾ കറക്റ്റ് സമയം, ഇവിടുത്തെ ഇന്ത്യ സമയം 7 o'clock US മാർക്കറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ ഇപ്പോൾ നിൽക്കുന്നത് 32,845 ആണ്. അതിലാണ് ഡൗ ജോൺസ് എന്ന് പറയുന്നത്. ഈ ഡൗ ജോൺസ് 7 o'clock ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരു 1:30 ഒക്കെ ആകുമ്പോഴത്തേക്ക്, ഇന്ത്യൻ ടൈം 1:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ആകും. ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ആക്ടിവിറ്റീസ് നടക്കുന്നതാണ് ഇൻഡീസസ് ഫ്യൂച്ചേഴ്സിനകത്ത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഫ്യൂച്ചർ മാർക്കറ്റ് കാണാം. അപ്പോൾ US മാർക്കറ്റ്, US 500, US ടെക്ക്, സ്മാൾ ക്യാപ്സ്, പിന്നെ USൻ്റെ വിക്സ്. ഇപ്പോൾ US വിക്സ് 23 വോളറ്റൈൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. US വിക്സ് 23.6 ആണ്. പിന്നെ ഡാക്സ്, FTSE എല്ലാം US മാർക്കറ്റാണ്. അതിൻ്റെ താഴോട്ട് വരുന്നാൽ ഈ ഇൻഡീസസിൻ്റെ എല്ലാം ഫ്യൂച്ചേഴ്സ് കാണാം. എല്ലാ രാജ്യത്തിൻ്റെയും ഫ്യൂച്ചേഴ്സ് കാണാം. ഹോങ്കോങ്, ചൈന, ഇപ്പം നിഫ്റ്റി, എങ്ങനെ മൂവ് ചെയ്യും. പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേയിൽ ഈ ഫ്യൂച്ചേഴ്സ് എല്ലാം സ്റ്റോപ്പായിരിക്കും. അപ്പോൾ അതിന് വേറൊരു ഓപ്ഷനുണ്ട്. നമ്മൾ ബ്രൗസറിൽ പോവുക, IG.com ഇൻഡീസസ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ US മാർക്കറ്റിൻ്റെ വാൾ സ്ട്രീറ്റ് അറിയാൻ പറ്റും. ഇതിനകത്ത് വാൾ സ്ട്രീറ്റിനകത്ത് ഇതെപ്പോഴും ആക്റ്റീവായിരിക്കും. സാറ്റർഡേയും സൺഡേയും എല്ലാം ഈ മാർക്കറ്റ് ആക്റ്റീവായിരിക്കും. ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ US മാർക്കറ്റിൻ്റെ വാല്യൂ 32,743, സെല്ലും ബൈയും 32,763. അപ്പോൾ 93 പോയിൻറ്റ്സ് നമുക്ക് ഇവിടെ US മാർക്കറ്റ് ഡൗൺ ആയിരിക്കും. ഇത് മെയിനായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ക്യാരി പൊസിഷൻ നിഫ്റ്റിയിൽ എടുക്കണോ വേണ്ട എന്ന്. ചിലപ്പോൾ 300 പോയിൻറ്റ്സ് അപ്പായിരിക്കും. എന്തെങ്കിലും ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും 300 പോയിൻറ്റ്സ് അപ്പായിരിക്കും, അല്ലെങ്കിൽ 400 പോയിൻറ്റ്സ് ഡൗൺ ആയിരിക്കും. അപ്പോൾ ഈ IG.com ഇൻഡീസസ് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മളുടെ ക്യാരി പൊസിഷൻ, നേക്കഡായിട്ടുള്ള ക്യാരി പൊസിഷൻ മോസ്റ്റ്ലി എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ നിഫ്റ്റിയുടെ ഫ്യൂച്ചറും ഇൻഡീസും നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നിഫ്റ്റി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ Nifty 50 ഫ്യൂച്ചേഴ്സ് എന്ന് കാണാം. ഇതിനകത്ത് നമ്മളുടെ നിഫ്റ്റിയുടെ വാല്യൂ കാണാം 17,253. ഇപ്പോൾ 46 പോയിൻറ്റ് അപ്പാണ്. ഇപ്പോൾ 17,253 ആണ്. ഇതിൻ്റെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സിംഗപ്പൂർ നിഫ്റ്റി നമുക്ക് കാണാം, ഇതിൻ്റെ ഫ്യൂച്ചർ കാണാം, സിംഗപ്പൂരിൻ്റെ ഫ്യൂച്ചർ കാണാം. അപ്പോൾ നമ്മൾ ഇന്ത്യ 50 ഡെറിവേഡ് റിയൽ ടൈം ആയിട്ടും സിംഗപ്പൂറാണ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സിംഗപ്പൂർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സിംഗപ്പൂർ വാല്യൂ ഇപ്പോൾ 20 പോയിൻറ്റ്സ് അപ്പ് ആണ് എന്ന് കാണാം. ഓക്കെ, ഇതനുസരിച്ചാണ് നമ്മൾ നേക്കഡായിട്ടുള്ള പൊസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ദിവസം ഇത് വാച്ച് ചെയ്തിട്ട് മാത്രമേ ഇതിൻ്റെ പൊസിഷൻസ് നമ്മൾ എടുക്കാവുള്ളൂ. മെയിനായിട്ട് ഈ IG.com ഇൻഡെക്സസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം അറിയാൻ പറ്റും. ഈ US മാർക്കറ്റ് ഏത് മൂവ്മെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, എത്ര പേര് ഷോർട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേര് ലോങ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഹൈ എത്ര, ഇതിൻ്റെ ലോ എത്ര എന്ന് ഇതിനകത്ത് അറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മുടെ ഡെയിലി 5000 എന്ന ഗ്രൂപ്പിലേക്ക് ആർക്കെങ്കിലും കയറാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറുണ്ട്. വാട്സപ്പ് നമ്പറിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബ് ഡയറക്റ്റ് വഴി നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഡയറക്റ്റ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് ദിവസവും സ്റ്റോക്ക് ഓപ്ഷൻസ്, നോർമൽ സ്റ്റോക്ക്, BTST എല്ലാം ഗ്രൂപ്പിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡെയിലി 3 to 6 കോൾസ്
ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.